പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാസേന കണ്ടെത്തിയെന്ന് സൂചന. 4 സ്ഥലങ്ങളിൽ വെച്ച് ഭീകരരെ സുരക്ഷാസേന കണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവരും സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടിയതായി സൂചന. വെടിവെപ്പുണ്ടായത് കശ്മീരിലെ തെക്കൻ വനമേഖലയിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ചൈന പിന്തുണ പ്രഖ്യാപിച്ചതിൽ കടുത്ത അതൃപ്തിയുമായി ഇന്ത്യ. ചൈനയ്ക്ക് ഇന്ന് ഇന്ത്യ മറുപടി നൽകിയേക്കും. പാക് പൗരന്മാരുടെ മടക്കം ചർച്ച ചെയ്യാൻ ഇന്ന് ആഭ്യന്തര മന്ത്രാലയ യോഗം. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച കൊച്ചി സ്വദേശിയെ കണ്ടെത്താൻ എക്സൈസ്. വിൽപ്പനക്കാരനെ കസ്റ്റഡിയിലെടുത്ത ശേഷം സംവിധായകരെ വിളിച്ചു വരുത്തും. ഫ്ളാറ്റ് ഉടമ സമീർ താഹിറിനെയും വിളിച്ചു വരുത്തും. പിടിച്ചെടുത്ത കഞ്ചാവ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇന്ന് എക്സൈസ് ചോദ്യം ചെയ്യും. രാവിലെ 10-ന് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. ചോദ്യം ചെയ്യൽ പ്രതി തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം നിലനിർത്തി ഇടതു സഖ്യം ഐസ. സെൻട്രൽ പാനലിൽ 4-ൽ 3 സീറ്റും ഐസ DSF സഖ്യത്തിന്. നേട്ടം കൊയ്ത് ABVP. 42 കൗൺസിലർ പോസ്റ്റുകളിൽ 23 ABVPക്ക്. കോഴിക്കോട് പാലക്കോട്ട് വയൽ സ്വദേശി സൂരജിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊന്ന കേസിൽ 8 പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. കേസെടുത്തത് 18 പേർക്കെതിരെ. കൂടുതൽ പേരുടെ പങ്കാളിത്തം പരിശോധിക്കുന്നു. പാലക്കോട്ട് വയൽ സ്വദേശി സൂരജിന്റെ കൊലയ്ക്ക് കാരണം കോളേജിൽ കാർ പാർക്കിംഗുമായി ബന്ധപ്പെട്ട തർക്കം. IPL-ൽ ഡൽഹിയെ തകർത്ത് ബംഗളൂരു. ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1-ാമത്. ഇന്ന് രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special.